രാം നാരായൺ രാം. ഇന്നത്തെ മാറിയ കാലഘട്ടത്തിൽ മനുഷ്യൻ ഇതുവരെ മറന്നുപോയ ഒരു സത്യം, ഈ ഭൂമിയിൽ അവനുള്ളത് ഒന്നുമില്ല. ഇന്ന് മതം, ജാതി, വർഗം, ഉയർന്ന താഴ്ന്നതെന്നിങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതെല്ലാം പ്രകൃതിയാണോ സൃഷ്ടിച്ചത്? ഇല്ല, മനുഷ്യൻ തന്നെയാണ് ഈ ഘടനകൾ നിർമ്മിച്ചത്. ഇവ മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. പ്രകൃതിയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം നാം ഇന്നിവിടെ നിലനിൽക്കുന്നത് പ്രകൃതിയുടെ അനുകമ്പ കൊണ്ടാണ്. പ്രകൃതിയില്ലെങ്കിൽ നമുക്ക് യാതൊരു അസ്തിത്വവുമില്ല. ജീവൻ, വിവേകം, ബുദ്ധി ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ വരദാനങ്ങളാണ്. ജീവിതത്തിൽ എന്തു ചെയ്യുമ്പോഴും നാം വിവേകത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതുണ്ട്. കാരണം വിവേകമാണ് നമ്മെ ശരിതെറ്റുകൾ പഠിപ്പിക്കുന്നത്. ദിവസം തോറും ഭൂമിയുടെ അവസ്ഥ മോശമാകുകയാണ്. ജനങ്ങൾക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതുപോലും മനസ്സിലാവുന്നില്ല. ഒരു വ്യക്തിയുടെ മതം അവൻ്റെ ഹൃദയത്തിനകത്താണ്. അവൻ അതിനെ പിന്തുടരണമെന്നത് അവൻ്റെ ധർമ്മമാണ്. എന്നാൽ ഓരോ രാത്രിയും വ്യക്തി ധ്യാനത്തിലേർപ്പെടണം. ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ മുൻപ് കിടക്കയിൽ ഇരുന്ന് ധ്യാനം ചെയ്യണം. ധ്യാനം തുല്യമായ ഒരു പ്രാർത്ഥനയാണിത്. ഒരു വിദ്യാർത്ഥി 1 മണിക്കൂർ ധ്യാനം ചെയ്ത ശേഷം 1 മണിക്കൂർ പാഠം പഠിച്ചാൽ അതിൻ്റെ ഫലം 100 വർഷം പഠിച്ചതിനേക്കാൾ ഉന്നതമായിരിക്കും. കൂടാതെ പഠിച്ചതൊന്നും മറക്കുകയുമില്ല. അതുപോലെ ധ്യാനം ചെയ്യുന്ന വ്യക്തി ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള കരുത്ത് സമ്പാദിക്കുന്നു, സ്വയം ശക്തിപ്പെടുത്തുന്നു. പ്രകൃതിയുടെ നിയമം, ആശയം, വിദ്യാഭ്യാസം ഇവയെല്ലാം എല്ലാവർക്കും ഒരേപോലെയാണ്. ഒരു വ്യക്തിയും ഒരു പ്രത്യേക മതവുമായി ജനിച്ചിട്ടില്ല. എല്ലാവരും ആകാശത്തിൻ്റെ ധർമ്മത്തോടുകൂടിയാണ് ജനിച്ചത്. വിവേകമാണ് നമ്മുടെ ദൈവം. അതിനാൽ വേറെ മതം എന്തിന്? ഇത്രയേറെ മതങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടും എത്രയോ പേർ വിശന്നിരിക്കുന്നു. താമസിക്കാൻ വീട് ഇല്ല, പഠിക്കാനായി സ്കൂളുകളും കോളേജുകളും ഇല്ല, ചികിത്സയ്ക്കായി ആശുപത്രികളും ഇല്ല. ഇത് എന്ത് മതമാണ്? ജനങ്ങൾക്ക് സേവനം ചെയ്യാനാകാത്ത മതം തന്നെയോ? അതിനാൽ എല്ലാവരും ഉണർന്നു പോകണം, ധ്യാനം ചെയ്യണം. ധ്യാനം ചെയ്താൽ എല്ലാം ശരിയായി പോകും. ഇന്നത്തെ കാലത്ത് എല്ലാവരും മാനസിക സമ്മർദ്ദത്തിലും പ്രശ്നങ്ങളിലും ചിതറി നിൽക്കുന്നു. ഇത്തരം എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ധ്യാനം നമ്മെ വളരെയധികം സഹായിക്കുന്നു. ധ്യാനം ചെയ്യുമ്പോൾ ശബ്ദ ഊർജം, സൗണ്ട് എനർജി നമ്മിൽ ഉത്ഭവിക്കുന്നു. അത് തന്നെയാണ് വിവേകം നമ്മെ ശരിതെറ്റുകൾ പഠിപ്പിക്കുന്നത്. ധ്യാനത്തിലൂടെ പുതിയ ഊർജം, ശക്തി, ബുദ്ധി എന്നിവ നമ്മിലേക്ക് പ്രവഹിക്കുന്നു. അത് നമ്മെ ഉത്കണ്ഠമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു, നമ്മുടെ ജീവിത ലക്ഷ്യത്തെ വ്യക്തമാക്കുന്നു. ഇന്നത്തെ കാലത്ത് നാം എല്ലാവരും വഴി തെറ്റിയവരായി മാറിയിരിക്കുന്നു. നാം എവിടെ നിന്നാണ് വന്നത്, എവിടേക്ക് പോകണം, ജീവിതത്തിൽ എന്ത് ചെയ്യണം, ജീവിത ലക്ഷ്യം എന്താണ്, ഇതെല്ലാം നമ്മിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുന്നു. നാം ഇപ്പോൾ സ്വയം ആലോചിക്കാനും നമ്മുടെ ജീവിതാവസാന ദിശ നിശ്ചയിക്കാനും കഴിയുന്നില്ല. അതിനാൽ അനാവശ്യ ചിന്തകളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ വിവേകത്തിൻ്റെ ശബ്ദം കേൾക്കൂ, ധ്യാനം ചെയ്യൂ. നമ്മുടെ മഹാഗുരു നൽകി തന്ന ബീജമന്ത്രം രാം നാരായൺ രാം എല്ലാവർക്കും ജീവശക്തി നൽകുന്നു. ഈ മന്ത്രം നിത്യം ജപിക്കുമ്പോൾ നമ്മുടെ അന്തർവിവേകം ഉണർന്നുവരുന്നു. ഈ മന്ത്രത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തൂ, അത്ഭുതങ്ങൾ കാണൂ. നിങ്ങളുടെ മനസ്സിനെ ഉണർത്തൂ, ഊർജം നേടൂ. രാം നാരായൺ രാം നിങ്ങൾക്കുള്ളിലേയുള്ളൂ. അവനെ സ്മരിച്ച് തുടരൂ. രാം നാരായൺ രാം ഫാക്ടോറിയൽ.